രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 97ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണേണ്ടവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, നിങ്ങൾക്ക് അതിനകത്ത് എല്ലാം കിട്ടുന്നതാണ്. ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, 9645333999 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ എന്നുള്ളത് തുടക്കത്തിലെ ആ ടൈറ്റിൽ സോങ്ങിനകത്ത് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് രാധയുടെ പ്രണയം 97ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. രാധയുടെ പ്രണയം 97ാമത്തെ എപ്പിസോഡ് വരെ പറയാൻ എനിക്ക് ആരോഗ്യ സൗഖ്യം തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും നിങ്ങൾ കാണണേ. അതേ കണക്ക് ഹേയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. പിന്നെ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, ഇത് നിശ്ചയമായും കാണണം. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീത കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ അഷ്ടാവക്ര ഗീത കണ്ടിരിക്കണം. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എല്ലാ ഹിന്ദുക്കളും അത് കേട്ടിരിക്കണം വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പൊ ദ്രോണാചാര്യർ പറഞ്ഞു, ശിഖണ്ഡി നീ യക്ഷനെ ഉപാസിക്കൂ, നിന്നെ അവൻ പുരുഷനാക്കി മാറ്റിത്തരും. അതിനു മുമ്പ് നീ ദേവിയെ ഭജിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാധാറാണിയുടെ അടുക്കലേക്കാണ് പോകുന്നത്. അപ്പൊ ദ്രോണര് ഞെട്ടിപ്പോയി. ദ്രോണര് പറഞ്ഞു, രാധയുടെ അടുക്കലേക്കോ? അത് വൃന്ദാവനത്തിലെ ഒരു പാൽക്കാരി പെണ്ണ്, ആ കൃഷ്ണന്റെ കാമുകി. നീ അതല്ല, അമ്പലത്തിൽ ചെന്ന് ദേവിയെ പ്രാർത്ഥിക്കണം. അപ്പൊ ശിഖണ്ഡി പറഞ്ഞു, അല്ലയോ പിതൃതുല്യനായ ഗുരു, രാധാറാണി ദേവിയാണ്, രാധാറാണി ദേവിയാണ്, പിതൃതുല്യനാണ് അങ്ങെനിക്കെന്ന് അങ്ങയോട് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. അപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്? രാധ ദേവതയാണ് എന്ന് നീ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടി അവൾ എൻ്റെ അടുക്കലേക്ക് വരാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും ആ നിമിഷം അവൾ തിരിച്ചറിയും ഞാൻ ഒരു പുരുഷനല്ല, സ്ത്രീയാണെന്ന്. എനിക്ക് മരിച്ചാൽ മതി എന്ന് തോന്നി. അങ്ങനെയാണ് ശരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവിടുന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ വനത്തിലേക്ക് പോയത്. നേരം രാത്രിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു മരത്തിന്റെ ചുവട്ടില് അസാധാരണമായ ഒരു പ്രകാശം ഞാൻ കണ്ടു. കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം. ഞാൻ നോക്കിയപ്പോൾ കൃഷ്ണൻ ധ്യാനനിരതനായിരിക്കുകയാണ്. കൃഷ്ണന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു മന്ത്രം വരുന്നു, രാധേ രാധേ ശ്രീ രാധേ രാധേ, രാധേ രാധേ ശ്രീ രാധേ രാധേ, രാധേ രാധേ ശ്രീ രാധേ രാധേ. ആ സമയത്ത് അസാധാരണമായ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. പക്ഷേ അതെന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ വയ്യ. അതൊരു സ്ത്രീ രൂപമാണെന്ന് ദൂരെ നിന്ന് ഞാൻ കണ്ടു. പക്ഷേ നോക്കിയപ്പോൾ കാഴ്ച മങ്ങുന്നത് പോലെ തോന്നി. ശരിക്കും പറഞ്ഞാൽ ഞാൻ വല്ലാതെ ഭയന്നുപോയി. എന്നിട്ടാണ് ഞാൻ അടുത്ത ദിവസം ശ്വേതകേതുവിനോടൊപ്പം കൃഷ്ണനെ കാണാൻ പോയപ്പോൾ ഞാൻ ഈ വിവരം ശ്വേതകേതുവിനോട് പറഞ്ഞു. അപ്പോൾ ശ്വേതകേതു എന്നോട് പറഞ്ഞു, രാധ ഗോലോകത്തെ രാധാറാണിയാണ്, ദേവിയാണ്, വിളിച്ചാൽ വെളിപ്പുറത്താണ്. നാഗക്കൂട്ടത്തിൽ നിന്ന് ഉദ്ധവനെ രക്ഷിച്ചത് രാധയാണ്. ഉദ്ധവനെ തിന്നാനായിട്ട് രാക്ഷസന്മാര് നിന്നപ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ്റെ ശരീരത്തിലേക്ക് ശക്തി ആവാഹിച്ച് അവിടുന്ന് ഭീമസേനനെ വരുത്തി നിമിഷങ്ങൾക്കുള്ളിൽ. എങ്ങനെ പോയാലും 2 ദിവസമെങ്കിലും വേണ്ടി വരും. ഒരു അദൃശ്യ ശക്തിക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. രാധ ദേവതയാണ്. ഞാൻ ഒരിക്കൽ കൃഷ്ണനോട് ചോദിച്ചിരുന്നു. ശ്വേതകേതു പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ദേവതയായ രാധയെ വിവാഹം കഴിക്കാത്തത്? കൃഷ്ണൻ മറുപടി ആദ്യം പറഞ്ഞില്ല. അല്പനേരം ഇങ്ങനെ ഗാഠമായി ചിന്തിച്ചിട്ട് പറഞ്ഞു, ശ്വേതകേതു, അവൾ ദേവതയാണെന്നത് തന്നെ, അവൾ ഗോലോക രാജ്ഞിയാണെന്നത് തന്നെ. മനുഷ്യരൂപം, ഞാൻ ദൈവമാണെങ്കിലും ആര് ദൈവമാണെങ്കിലും മനുഷ്യാവതാരമെടുത്താൽ
അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, ദേവന്മാർക്ക് മാത്രമേ പറ്റൂ അവളെ വിവാഹം കഴിക്കാൻ എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് സാക്ഷാൽ ഗോലോകം വാഴുന്ന രാധയാണ്, ആദി പരാശക്തിയാണ്, അതിനപ്പുറം ഒന്നുമില്ല. ആ രാധയുടെ അംശം ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് കൃഷ്ണനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതാണത്രേ സത്യഭാമ എന്ന പേരിൽ ജീവിക്കുന്നു. എവിടെയോ രാധയുടെ അംശമാണ്, കൃഷ്ണനുമായി കൂടിച്ചേരുന്നതിന് വേണ്ടിയാണ് ആ അംശം ജന്മം കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ദ്രോണാചാര്യര് അമ്പരന്ന് നിൽക്കുകയാണ്. ദ്രോണാചാര്യര് പറഞ്ഞു, നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നീ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശിഖണ്ഡി അവിടെ നിന്നിറങ്ങി അവൻ വൃന്ദാവനത്തിലേക്ക് യാത്രയാവുകയാണ്. പക്ഷേ വൃന്ദാവനത്തിലേക്കുള്ള യാത്രാ മധ്യേ കൃഷ്ണന്റെ ദൂതൻ വന്നു. കൃഷ്ണന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, ശിഖണ്ഡി എത്രയും പെട്ടെന്ന് കൃഷ്ണനെ കാണണം. അങ്ങനെ ശിഖണ്ഡി കൃഷ്ണന്റെ അടുക്കലേക്ക് ചെന്നു. കൃഷ്ണന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ കൃഷ്ണൻ ശിഖണ്ഡിയോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് രാധയെ കാണാൻ സമയമായിട്ടില്ല, അതുകൊണ്ട് നീ അവളുടെ അടുക്കലേക്ക് പോകേണ്ട. പകരം നീ ശാന്തമായ സ്ഥലത്തിരുന്ന് അവളെ ഉപാസിക്കൂ. അവളെ ഉപാസിക്കുമ്പോൾ ശിഖണ്ഡിയോട് പറഞ്ഞു, നീ 2 മന്ത്രങ്ങൾ ജപിക്കുക. ഒന്ന്, ഓം രാധായേ സ്വാഹ. 2, ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഈ 2 മന്ത്രങ്ങൾ നീ ജപിക്കുക. അപ്പോൾ ശിഖണ്ഡി, നിനക്ക് നിന്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചിരിക്കും. അതുകൊണ്ട് നീ പോയിട്ട് വരൂ, ഇപ്പോൾ നീ വൃന്ദാവനത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ശിഖണ്ഡി രാധയെ ഉപാസിക്കാൻ വേണ്ടി വിജനമായ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഇരുന്നു കുളിച്ചു. ശിഖണ്ഡി ശുദ്ധി വരുത്തിയതിനു ശേഷം കഠിനമായ ഒരു തപസ് പോലെ ആ മന്ത്രം ഉരുവിടാൻ തുടങ്ങി. ഓം രാധായേ സ്വാഹ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം രാധായേ സ്വാഹ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഈ സമയത്ത് നിങ്ങളെ ഞാൻ മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ദ്രൗപദിയുടെ വിവാഹ മുഹൂർത്തമായി കഴിഞ്ഞു. ദ്രൗപദിയുടെ വിവാഹം, സ്വയംവരത്തിനുള്ള ക്ഷണം എല്ലാ രാജ്യങ്ങളിലേക്കും ചെന്നു. അക്കൂട്ടത്തിൽ ഹസ്തിനപുരത്തേക്കും വന്നു. ഹസ്തിനപുരത്തെ യുവരാജാവിനെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ളതാണ്. അങ്ങനെ എന്തു ചെയ്തു? ഹസ്തിനപുരം രാജ്യസഭ വിളിച്ചുകൂട്ടി. രാജ്യസഭയിൽ ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, യുധിഷ്ഠിരനിരിപ്പുണ്ട്, അതേ കണക്ക് ധൃതരാഷ്ട്രരുണ്ട്, ധൃതരാഷ്ട്രരുണ്ട്, അതോടൊപ്പം തന്നെ ശകുനിയുണ്ട്, കർണനുണ്ട്, അശ്വത്ഥാമാവുണ്ട്, കൃപാചാര്യരുണ്ട്, അതേ കണക്ക് വൃദ്ധനായ മന്ത്രി കുനികനുണ്ട്. ഇവരെല്ലാവരും അവിടെ നിൽക്കുകയാണ്, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഭീഷ്മാചാര്യര് പറഞ്ഞു, നമ്മൾ ഈ സഭ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. കാരണം അതാ ദ്രുപദൻ തൻ്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ദ്രൗപദിയുടെ സ്വയംവരമാണ്. ദ്രൗപദിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പോകണോ പോകണ്ടയോ? ഇതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കുനികൻ എന്ന മന്ത്രി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നോക്കൂ ദ്രുപദന് നമ്മളോട് കടുത്ത ശത്രുതയാണുള്ളത്. ഹസ്തിനപുരം ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ആളാണ് അയാളുടെ മകൾ ദ്രൗപദി അസാമാന്യമായ ഒരു പെൺകുട്ടിയാണ്, സാധാരണക്കാരിയല്ല. അവളുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം നമ്മുടെ അടുക്കലേക്ക് ഇങ്ങനെ ഒരു ദൂത് വന്നത്. അവൾ ഇവിടെ വരുന്നത് ഈ ഹസ്തിനപുരം മുച്ചൂടും മുടിക്കാൻ വേണ്ടിയായിരിക്കും. അവളുടെ സഹോദരൻ ദൃഷ്ടദ്യുമ്നനാകട്ടെ പകയുടെ കേന്ദ്രവും അസാധാരണമായ യോദ്ധാവുമാണ്. അതുകൊണ്ട് തന്നെ ദ്രൗപദി ഇവിടെ വന്ന് നമുക്കിടയിൽ ഒരു പിളർപ്പുണ്ടാക്കാനാണ് സാധ്യത.
അതുകൊണ്ട് ഇത് നമുക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. കർണന് നീരസമുണ്ടായി. ദുര്യോധനൻ പറഞ്ഞു, ഒരു പെണ്ണ് വിചാരിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും തകരുകയില്ല എന്ന് മാത്രവുമല്ല, അവിടെ പോകുന്നതാണ് നല്ലത്. ആ സമയത്ത് ശകുനി പറഞ്ഞു, നമുക്ക് ദ്രുപദന്റെ ശത്രുത മാറ്റാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ദ്രൗപദിയെ ദുര്യോധനൻ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതല്ലേ, അതിനെ അനുകൂലിക്കുകയല്ലേ വേണ്ടത്. ഈ സമയത്ത് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, അല്ലയോ ആചാര്യ, അല്ലയോ ദ്രോണാചാര്യ, മഹാഗുരു, അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങ് എന്താണ് ഇതിനെക്കുറിച്ച് അങ്ങേക്കുള്ള അഭിപ്രായം? അപ്പോൾ ദ്രോണാചാര്യര് പറഞ്ഞു, ഒരു കാരണവശാലും നമ്മൾ ഈ സ്വയംവരത്തിൽ പങ്കെടുക്കരുത്. ഹസ്തിനപുരത്തിനോട് കടുത്ത ശത്രുതയാണ് അവർക്കുള്ളത്. അവർ ദ്രൗപദിയെ ഇങ്ങോട്ടേക്ക് അയക്കുന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. നമുക്ക് ചെയ്യേണ്ടത് ഹസ്തിനപുരം ദ്രുപദനെ ആക്രമിച്ച് ദ്രുപദന്റെ ശക്തി ക്ഷയിപ്പിച്ച് ദ്രുപദനെ ഒന്നുമല്ലാതാക്കുക, അതിനുശേഷം നിന്നെ സമാധാനമായി ജീവിക്കാൻ വിടാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ ദ്രൗപദിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരിക, അതായിരിക്കും നമുക്ക് അഭിമാനമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് അത് അസാധ്യമാണ്. അപ്പോൾ കർണന്റെ മുഖം ചുവന്നു. എന്ത്, എന്റെ കൈക്കരുത്തിൽ അങ്ങേക്ക് വിശ്വാസമില്ലേ? ഈ ദ്രോണൻ, ഈ ഞാൻ എന്തു ചെയ്തിരിക്കും? ഉറപ്പായിട്ടും ദ്രുപദനെ ഞാൻ തോൽപ്പിച്ചിരിക്കും. അങ്ങനെ തോൽപ്പിച്ച് അയാളുടെ ശക്തിയെ ഞാൻ ഇല്ലാതാക്കി ദ്രൗപദിയെ കൊണ്ടുവന്നിരിക്കും. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, കർണ, വിഡ്ഢിത്തരം നീ പറയരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ബുദ്ധിയില്ല, നിനക്ക് ശക്തി മാത്രമേ ഉള്ളൂ. അത് രണ്ടുമുള്ളത് അർജുനന് മാത്രമാണ് ദ്രുപദനെ പരാജയപ്പെടുത്താൻ കഴിയുന്നത്. കർണ, നീ ഒരു കാര്യം മറന്നുപോയി. ഇന്ന് ദ്രുപദന്റെ കൂടെ അതിശക്തമായി വസുദേവ കൃഷ്ണനും യാദവരും ഇന്ന് അസാമാന്യമായ ശക്തരാണ്. അവരും ദ്രുപദനും ഒന്നിച്ചു ചേർന്നാൽ ഹസ്തിനപുരത്തിന് ജയിക്കുക പാടായിരിക്കും. അതുകൊണ്ട് നീ വിഡ്ഢിത്തരം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള അഭിപ്രായം എന്ന് ദ്രോണാചാര്യര് പറഞ്ഞു. അങ്ങനെ ദ്രോണാചാര്യര് പറഞ്ഞിട്ട് ഭീഷ്മരെടുത്ത് പറഞ്ഞു, ഇനിയെല്ലാം നിശ്ചയിക്കേണ്ടത് അങ്ങാണ്. അങ്ങനെ ഭീഷ്മര് അതിനെക്കുറിച്ച് പറയാനായിട്ട് തുടങ്ങിയപ്പോൾ വിതുരരോടി വന്ന് ഭീഷ്മരുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അപ്പൊ ഭീഷ്മാചാര്യര് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഭീഷ്മാചാര്യര് പറഞ്ഞു, നോക്കൂ, ഉദ്ധവൻ വന്നിരിക്കുന്നു. ഉദ്ധവന് നമ്മളെ കാണാൻ ആഗ്രഹമുണ്ടത്രേ. അപ്പൊ ദുര്യോധനന് വല്ലാത്ത നീരസമായി. ഈ സ്വയംവരത്തിൽ പങ്കെടുക്കുന്ന കാര്യം പറയുമ്പോൾ ഉദ്ധവൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് ഇപ്പൊ വരുന്നത്? ഇപ്പൊ കാണേണ്ട ആവശ്യം എന്താണ്? അപ്പൊ വിതുരര് പറഞ്ഞു, എനിക്കൊരു സന്ദേശം വന്നു, ഉദ്ധവൻ എന്നെ കാണണമെന്ന്. ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുവന്നു. ഗാന്ധാരി മാതാവിനെയും കണ്ടു. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഉദ്ധവനെ ഞാൻ കൊണ്ടുവരട്ടെ. അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ഉദ്ധവനെ കൊണ്ടുവരൂ. അപ്പൊ ദ്രോണാചാര്യരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഉദ്ധവൻ വരുന്നെങ്കിൽ അതിനകത്ത് എന്തോ ഉണ്ട്, എന്തോ കാര്യമുണ്ട്. കൃഷ്ണനുമായൊരു ബന്ധം നല്ലതാണ്. ശിഖണ്ഡിയിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, കൃഷ്ണന് ദ്രോണാചാര്യരെ ഇഷ്ടമാണ്. ദ്രോണാചാര്യരെ ഒരു വില്ലാളി വീരൻ എന്ന രീതിയിൽ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണനുമായുള്ള ഒരു ബന്ധം, ഒരു പരിചയം അത്യാവശ്യമാണ് എന്ന് ദ്രോണർക്ക് തോന്നി തുടങ്ങിയിരുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഉദ്ധവൻ വന്ന് ധൃതരാഷ്ട്രരെ വണങ്ങി. അതോടൊപ്പം തന്നെ ഭീഷ്മ പിതാമഹനെയും വണങ്ങി.
വണങ്ങി. അത് വണങ്ങിയതിന് ശേഷം പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഒരു സ്വയംവരത്തിന്റെ കാര്യം ചർച്ച ചെയ്യുകയാണ്, നിങ്ങൾ ഇപ്പൊ തന്നെ എന്തിനു വേണ്ടിയാണ് വന്നത്? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ വരണമെന്നാണ് വസുദേവ കൃഷ്ണന്റെ ആജ്ഞ. വസുദേവ കൃഷ്ണന്റെ സന്ദേശവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി. അപ്പൊ ഭീഷ്മര് പറഞ്ഞു, വസുദേവ കൃഷ്ണന്റെ സന്ദേശമോ? ദ്രോണര് പുഞ്ചിരിച്ചു. അതേ, കൃഷ്ണൻ അത്ഭുതങ്ങൾ നടത്താൻ കഴിവുള്ളവനാണെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഏതോ ഒരു അത്ഭുതം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്താണ് വസുദേവ കൃഷ്ണന്റെ സന്ദേശം? അപ്പോൾ പറഞ്ഞു, പിതാമഹന് വണക്കം, പുഷ്കര തീർത്ഥം, അവിടുത്തെ രാജാവായ ചേകിതൻ, ആ ചേകിതനെ യാതൊരു പ്രകോപനവും കൂടാതെ ഹസ്തിനപുരം ആക്രമിച്ചു കീഴടക്കി. ആ ചേകിതൻ നാഗക്കൂട്ടത്തിൽ അഭയം പ്രാപിച്ചു. ഇത് തികച്ചും അധർമ്മമാണ്. ഞാനും നാഗക്കൂട്ടങ്ങളും അതോടൊപ്പം തന്നെ ചേകിതനും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ്. ഞങ്ങൾക്ക് പുഷ്കര തീർത്ഥത്തിൽ തങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അധർമ്മത്തിലൂടെ നേടിയെടുത്ത പുഷ്കര തീർത്ഥം തിരിച്ചു കൊടുക്കണം. ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. ദുര്യോധനൻ പറഞ്ഞു, ഉദ്ധവ, നിനക്കെങ്ങനെ ധൈര്യം വന്നു ഇവിടെ വന്നിട്ട് അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയാൻ? നിനക്കെങ്ങനെയാണ് ധൈര്യം വന്നത്? ഉദ്ധവൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ധൈര്യത്തിന് കുറവ്? എന്തേ ദുര്യോധന, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കൃഷ്ണന്റെ സന്ദേശവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കർണന്റെ മുഖം ചുളിഞ്ഞു. കർണൻ പറഞ്ഞു, ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലമാണ് പുഷ്കര, അത് തിരിച്ചു കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കണ്ട, അത് അസാധ്യമാണ്. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അസാധ്യമായതിനെ അസാധ്യമാക്കുന്നവനാണ് കൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ കൃഷ്ണനും നാഗക്കൂട്ടങ്ങളും ഒപ്പം ബലരാമനും യാദവ സൈന്യവും അതോടൊപ്പം തന്നെ സാത്യകിയും എല്ലാളി വില്ലാളി വീരന്മാരായ ഒരു പറ്റം യോദ്ധാക്കളും അവര് പുഷ്കര തീർത്ഥത്തിലേക്ക് വരികയാണ്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എന്ത്, ഇവിടെ വന്ന് പിതാമഹനും ദ്രോണാചാര്യരും ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? ഉദ്ധവൻ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, കൃഷ്ണൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി വന്നാൽ കൃഷ്ണൻ തന്റെ ചക്രായുധം എടുത്തിരിക്കും. കൃഷ്ണന്റെ കൂടെ ബലരാമനും ഉണ്ടെന്ന് ഓർക്കുക. പുഷ്കര തീർത്ഥം തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കൃഷ്ണൻ ഇഷ്ടമില്ലെങ്കിൽ പോലും ഹസ്തിനപുരം യാദവന്മാരുമായി ഏറ്റുമുട്ടാൻ തയ്യാറാവുക. ഇതിലേതാണ് വേണ്ടതെന്ന് പറഞ്ഞു. കർണൻ ചാടി എഴുന്നേറ്റു, ഞങ്ങൾ ഏറ്റുമുട്ടാൻ തയ്യാറാണ്. അപ്പോൾ ദ്രോണര് പറഞ്ഞു, വിഡ്ഢിത്തം പറയാതെ കർണ, നീ വിഡ്ഢിത്തം പറയാതെ കൃഷ്ണനുമായ ഒരു ഏറ്റുമുട്ടലോ? അപ്പൊ ഉദ്ധവൻ പറഞ്ഞു, ഒരു സന്ദേശവും കൂടിയുണ്ട്. അപ്പോൾ പറഞ്ഞു, അതെന്താണ് ആ സന്ദേശം? ഉദ്ധവൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അത് രാധാറാണിയുടേതാണ്. വൃന്ദാവനത്തിലെ രാധാറാണി. ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. റാണിയോ? ആരാണ് പറഞ്ഞത് ആ പെൺകുട്ടി റാണിയാണെന്ന്? അത് റാണിയുമല്ല, ഒന്നുമല്ല. അവിടെ അധികാരം ചന്ദ്രഭാനുവിനാണ്. ഉദ്ധവൻ ചിരിച്ചിട്ട് പറഞ്ഞു, അധികാരം ആരുടെ കയ്യിലോ ആയിക്കൊള്ളട്ടെ. ഹേ കർണ, ഹേ ദുര്യോധന, കൃഷ്ണൻ എവിടുത്തെയും ചക്രവർത്തിയല്ല. കൃഷ്ണൻ ചക്രവർത്തിയേ അല്ല. നിങ്ങളുടെ കണ്ണിൽ പശുപാലകനാണ്. പക്ഷേ ചക്രവർത്തിക്കും മേളിലാണ് കൃഷ്ണൻ. അതുപോലെയാണ് രാധാറാണി. ബർസാനയിൽ രാധയുടെ വാക്ക് അവസാന വാക്കാണ്. അപ്പൊ ദ്രോണർക്ക് കൗതുകം പൂണ്ടു. ശിഖണ്ഡി പറഞ്ഞ വാക്കുകൾ ദ്രോണരുടെ മനസ്സിലുണ്ട്. ദ്രോണര് പറഞ്ഞു, എന്താണ് രാധയുടെ സന്ദേശം? അത് വായിക്കാൻ ഭീഷ്മ പിതാമഹനോട് അനുവാദം ചോദിക്കൂ.
അപ്പൊ ഉദ്ധവൻ ചോദിച്ചപ്പോൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, രാധയുടെ സന്ദേശം വായിക്കൂ. അപ്പോൾ പറഞ്ഞു, രാധയുടെ സന്ദേശം: ഞാൻ ധർമ്മത്തിന്റെ കൂടാണ്, അധർമ്മത്തിലൂടെയാണ് ചേകിതനെ അവിടെ നിന്ന് കടത്തിയത്. പുഷ്കര തീർത്ഥം വിട്ടുകൊടുക്കണം. എൻ്റെ മാതാവ് ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്. ആ തീർത്ഥാടനം കഴിഞ്ഞ് പുഷ്കര തീർത്ഥത്തിൽ വെച്ച് കൃഷ്ണനെ കാണാൻ എൻ്റെ മാതാവ് ആഗ്രഹിക്കുന്നു. അവിടെ കൃഷ്ണന്റെയും ആ ചേകിതന്റെയും പുഷ്കര തീർത്ഥത്തിലെ രാജാവ് ചേകിതന്റെയും ആതിഥ്യം സ്വീകരിക്കാൻ എൻ്റെ മാതാവ് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് പുഷ്കരന്റെ ആതിഥ്യം സ്വീകരിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് ആ സ്ഥലം വിട്ടുകൊടുക്കുക. ഹസ്തിനപുരം അധർമ്മത്തിലൂടെ പിടിച്ചത് വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ കൃഷ്ണനോടൊപ്പം ചേരാൻ ബർസാന തയ്യാറാണ്. കൃഷ്ണനോടൊപ്പം നിൽക്കാൻ ഈ രാധയും തയ്യാറാണ്. ഇത് പറഞ്ഞപ്പോൾ കർണൻ ചാടി എഴുന്നേറ്റു. എന്ത്, ഒരു സ്ത്രീക്ക് ഇത്രമേൽ ധിക്കാരമോ? എങ്കിൽ പിന്നെ ആദ്യം ബർസാനെ ആക്രമിക്കുക. ഉദ്ധവൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ കർണന് വല്ലാത്ത അപമാനം വന്നു. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, കർണ, സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കണമെന്ന് നിന്റെ ശിരസിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ കർണൻ പറഞ്ഞു, ഈ കർണനെ തോപ്പിക്കാൻ പുരുഷന്മാർക്ക് പോലും സാധ്യമല്ല, പിന്നാണോ ഒരു സ്ത്രീ? അപ്പോൾ പറഞ്ഞു, കർണ, നീ പുരുഷന്മാരെ കണ്ടിട്ടില്ല, ഇവിടുള്ളവരെ കണ്ടിട്ടുള്ളൂ. ചക്രായുധം കയ്യിലേന്തിയ കൃഷ്ണനോട് നീ എന്തെങ്കിലും ഏറ്റുമുട്ടിയിട്ടുണ്ടോ? ആ ചക്രായുധം പ്രയോഗിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ രണ്ട് പേർക്ക് മാത്രമേ കഴിയൂ. അത് ഒന്ന് കൃഷ്ണനും രണ്ട് രാധയുമാണ്. രാധ തന്നെയാണ് കൃഷ്ണന്റെ കയ്യിലെ സുദർശനം എന്ന് പറഞ്ഞാൽ കർണ, നിനക്ക് മനസ്സിലാകില്ല, നിനക്ക് മനസ്സിലാകില്ല. അപ്പോൾ കർണന്റെ മുഖം വല്ലാതെ ചുവന്നു. കർണന്റെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകി. കർണൻ പറഞ്ഞു, ഉദ്ധവ. ഉദ്ധവൻ പറഞ്ഞു, അലറണ്ട, ഞാൻ കൃഷ്ണന്റെയും രാധയുടെയും ദൂതനാണ്. കൃഷ്ണനും രാധയും ഒത്തുചേർന്നാൽ കർണ, നീ ഒന്നുമല്ല, ഒന്നുമല്ല. നീ ഒറ്റയ്ക്ക് രാധയുടെ അടുക്കൽ നീ പെട്ടുപോയാൽ രാധയെ നിനക്കറിയില്ല, രാധയെ നിനക്കറിയില്ല. നിമിഷങ്ങൾ വേണ്ട കർണ, നിമിഷങ്ങൾ വേണ്ട നിന്റെ ജീവനില്ലാതാകാൻ. അപ്പൊ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, നിർത്തു, നിർത്തു, നിർത്തു. രാധയുടെ മഹത്വം എനിക്കറിയാം. രാധ ഗോലോക റാണിയാണ്, കൃഷ്ണന്റെ പ്രാണപ്രേയസിയാണ്. കർണ, നീ എന്താണ് പറഞ്ഞത്? അപ്പൊ ദ്രോണര് പറഞ്ഞു, ഭീഷ്മ പിതാമകനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഭീഷ്മര് പറഞ്ഞു, പറഞ്ഞുകൊള്ളൂ. നോക്കൂ കർണ, രാധ ദേവതയാണ്, സാക്ഷാൽ ഗോലോക രാധയാണത്. ഞാനത് അറിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ അറിഞ്ഞു? അത് നീ അറിയണ്ട. പക്ഷേ ഒന്ന് നീ മനസ്സിലാക്കുക, കൃഷ്ണനെ തോപ്പിക്കാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല. പിന്നെ രാധ, രാധയ്ക്ക് ആരുടെയും സഹായം വേണ്ട കർണ. രാധയിൽ നിന്നാണ് സുദർശന ചക്രം വന്നിരിക്കുന്നത്. രാധ തന്നെയാണ് സുദർശന ചക്രം എന്ന് പറയുന്നത്. കൃഷ്ണ, രാധ തൊടുക്കുന്ന സുദർശന ചക്രം തടയാൻ നിന്റെ കയ്യിൽ യാതൊരു ആവനാഴികളുമില്ല, യാതൊന്നും ശേഷിച്ചിട്ടില്ല, ഈ എൻ്റെ കയ്യിൽ പോലുമില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. സാക്ഷാൽ ശ്രീകൃഷ്ണനും സാക്ഷാൽ രാധയും ഒത്തുചേർന്ന് രാധാകൃഷ്ണന്മാരായി മാറിയാൽ അവരെ തടയാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് വിഡ്ഢിത്തം പുലമ്പാതിരിക്കൂ, അവിടം വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. ഭീഷ്മർ എഴുന്നേറ്റു നിന്നിട്ട് പറഞ്ഞു, ശ്രീകൃഷ്ണന്റെയും വസുദേവ കൃഷ്ണന്റെയും ബർസാനയിലെ രാധാ റാണിയുടെയും ആഗ്രഹപ്രകാരവും ഹസ്തിനപുരം ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നതിനാലും നമ്മൾ ഈ പുഷ്കര തീർത്ഥം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രവുമല്ല, പുഷ്കര തീർത്ഥത്തിലെത്തുന്ന കൃഷ്ണനെയും ബലരാമനെയും അതുപോലെ രാധാറാണിയുടെ മാതാവിനെയും ബഹുമാനപൂർവം സ്വീകരിച്ചാനയിക്കാൻ
ഈ ഞാൻ ഉത്തരവിടുന്നു. അപ്പൊ ദ്രോണർ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്താണത്? അപ്പോൾ പുഷ്കര തീർത്ഥത്തിൽ എനിക്ക് പോകണം. പുഷ്കര തീർത്ഥത്തിൽ പോയി എനിക്ക് കൃഷ്ണനെ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങ് സമ്മതിക്കുമോ? അശ്വത്ഥാമാവ് ഞെട്ടിപ്പോയി. കൃഷ്ണനുമായി ചേരില്ല എന്നാണ് കരുതിയത്. തൻ്റെ പിതാവിന് എന്താണ് ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം വന്നത്? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാരണം ശിഖണ്ഡിയുമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് മറ്റാർക്കും തന്നെ അറിയില്ലല്ലോ. അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, അങ്ങനെ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ആയിക്കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ ദുര്യോധന, നിനക്ക് സ്വയംവരത്തിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം എന്ന് ദ്രോണാചാര്യർ പറഞ്ഞു. ദ്രോണാചാര്യരുടെ മനസ്സിൽ ഇതായിരുന്നു, ഇവൻ പോകട്ടെ. ഇവൻ പോയി കഴിഞ്ഞാൽ കൃഷ്ണനും ബലരാമനും സാത്യകിയും ഉൾപ്പെടെയുള്ള വില്ലാളി വീരന്മാരാണ് അവിടെ എത്തുന്നത്. അവർക്കെന്തോ ഉദ്ദേശമുണ്ട്. കൃഷ്ണൻ ദ്രൗപദിയെ സ്വീകരിക്കുന്നില്ലെങ്കിലും കൃഷ്ണന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ദുര്യോധനന് ഈ വില്ലാളി വീരന്മാരുടെ ഇടയിൽ നിന്ന് ഒരിക്കലും ദ്രൗപദിയെ ലഭിക്കാൻ പോകുന്നില്ല. അതവന് അപമാനകരമാണ്. അവൻ പാഞ്ചാല ദേശത്ത് ചെല്ലുന്നു. അവന് കൃഷ്ണനോടും കൂട്ടരോടും ഏറ്റുമുട്ടാൻ കഴിയില്ല. അവൻ പരാജിതനായി തിരിച്ചു വരണം. ഇത് മനസ്സിൽ കണ്ടിട്ടാണ് പറഞ്ഞത്. ദുര്യോധനോട് പറഞ്ഞു, നിങ്ങൾ സ്വയംവരത്തിന് പൊയ്ക്കൊള്ളൂ. അപ്പൊ ഭീഷ്മര് പറഞ്ഞു, നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ അധർമ്മത്തിലൂടെ കൈയടക്കിയ പുഷ്കര തീർത്ഥം യാദവനായ കൃഷ്ണന് പ്രിയപ്പെട്ടവനായ ചേകിരന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ നാം ദുര്യോധനന് അനുമതി കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം ആചാര്യ ദ്രോണര് പുഷ്കര തീർത്ഥത്തിൽ ചെന്ന് കൃഷ്ണനെ സ്വീകരിക്കുന്നതായിരിക്കും. ഇന്നത്തെ രാജ്യസഭ പിരിഞ്ഞിരിക്കുന്നു. ദ്രോണാചാര്യർ തിരിച്ച് തൻ്റെ യുദ്ധശാലയിൽ എത്തിയപ്പോൾ അവിടെ കണ്ടത് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ദുര്യോധനന്റെ ഭാര്യ ഭാനുമതി നിൽക്കുന്നു. ഭാനുമതിയോടെന്നും ദ്രോണാചാര്യർക്ക് ഒരു പ്രത്യേക വാത്സല്യമാണ്. കാരണം ഭാനുമതിയുടെ പിതാവും ദ്രോണാചാര്യരും സുഹൃത്തുക്കളാണ്. അവിടെ മറ്റൊരു സംഭവം കൂടെ പ്രേക്ഷകരറിയണം. ദുര്യോധനന്റെ ഭാര്യ, അതായത് ഭാനുമതിയുടെ ചേച്ചി, അവർ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഭാനുമതിയെ, അതായത് അനുജത്തിയെ ആര് സ്വീകരിക്കുന്നത്? ദുര്യോധനൻ സ്വീകരിക്കുന്നത്. കൊച്ചു പെൺകുട്ടിയാണ്. എന്നിട്ടും അവൾ ദുര്യോധനനെ പ്രാണനെ പോലെ സ്നേഹിച്ചതാണ്. ഭാനുമതി വന്ന് ദ്രോണരുടെ കാൽക്കൽ വീണു. ദ്രോണർ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു, എന്തു പറ്റി മകളെ? എന്താണ് നിനക്ക് പറ്റിയത്? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ദുര്യോധനൻ ആര്യപുത്രൻ ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞു വന്നതാണ്. ദ്രൗപദി വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥാനം എന്താണ്? ഞാൻ ഒന്നുമല്ലാതായി തീരും. ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ ദുര്യോധനന് അനുമതി കൊടുക്കരുതേ, ഒരിക്കലും അനുമതി കൊടുക്കരുതേ. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, ഭാനുമതി, നീ വിഷമിക്കണ്ട, ഞാനൊരു കാര്യം പറയാം. കൃഷ്ണനുണ്ട്, നീ കൃഷ്ണനെ കാണണം. കൃഷ്ണൻ വന്നു. ഇവിടല്ല, കൃഷ്ണൻ അധികം താമസിയാതെ പുഷ്കര തീർത്ഥത്തിലെത്തും. പുഷ്കര തീർത്ഥത്തിലെത്തുന്ന കൃഷ്ണനെ നീ കാണണം. കൃഷ്ണൻ അത് തടയാൻ കഴിയും. അപ്പോൾ ചോദിച്ചു, അതെങ്ങനെയാണ് കൃഷ്ണന് തടയാൻ പറ്റുന്നത്? ലോകത്താര് പറഞ്ഞാലും ദ്രൗപദിയെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ദുര്യോധനൻ തയ്യാറല്ല. ദ്രൗപദി എന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്ന് പറയുന്നത് ദുര്യോധനൊരു ഹരമാണ്. കൃഷ്ണൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, കൃഷ്ണൻ എന്നും അത്ഭുതങ്ങളുടെ ആളാണ്. നടക്കാത്തത്, തികച്ചും അസംഭാവ്യമായത് സംഭാവ്യമാക്കുന്നവനാണ് കൃഷ്ണൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നീ കൃഷ്ണനോട് അഭ്യർത്ഥിക്കണം, എന്ത് സംഭവിച്ചാലും ശരി തന്നെ
ദുര്യോധനൻ ദ്രൗപദിയെ വിവാഹം കഴിക്കരുത്, അതിന് കൃഷ്ണൻ സഹായിക്കണമെന്ന് നീ ആവശ്യപ്പെടണം. അപ്പോൾ പറഞ്ഞു, എൻ്റെ അഭ്യർത്ഥന, ഈ ഒരു അഭ്യർത്ഥന കൃഷ്ണൻ കേൾക്കില്ല, കൃഷ്ണൻ കേൾക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ പറഞ്ഞു, നോക്കൂ, കൃഷ്ണൻ ഇവിടെ വന്നപ്പോൾ നിന്റെ സഹോദരിയായി ദത്തെടുത്തു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണന്റെ സഹോദരിയായി നിന്നെ ദത്തെടുത്തു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, അങ്ങനെയാണെങ്കിൽ നിന്നെ ദത്തെടുത്ത സഹോദരനോട് നീ എന്താവശ്യപ്പെട്ടാലും തരണമല്ലോ. നീ പറയൂ, നിന്റെ കൃഷ്ണ, നിന്റെ സഹോദരിയാണ് പറയുന്നത്, എന്തു വന്നാലും ദ്രൗപദി ദുര്യോധനനെ വിവാഹം കഴിക്കരുത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല, കാരണം കൃഷ്ണൻ അസംഭാവ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ദ്രോണർ പറഞ്ഞു, അസംഭാവ്യത്തെ സംഭാവ്യമാക്കുന്ന മറ്റൊരാളുടെ പേര് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ചോദിച്ചു, അതാരാണ്? രാധ. ഭാനുമതി, നീ രാധയെ ഭജിക്കൂ. അപ്പോൾ ശിഖണ്ഡി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ശിഖണ്ഡി ജപിക്കുന്ന മന്ത്രം ദ്രോണരോട് പറയണം. അതേ, നോക്കൂ, ഈ പ്രപഞ്ചം മുഴുവൻ രാധയെ ഭജിക്കുകയാണ്. രാധയെ ഭജിച്ചു കഴിഞ്ഞാൽ നിനക്കെന്തും കിട്ടും. ഗോലോകരാധയാണത്. ഗോലോകരാധയാണെങ്കിൽ ഗോലോകരാധയുടെ മന്ത്രം ഓം രാധായേ സ്വാഹ എന്നതാണ്. നോക്കൂ ഭാനുമതി, നീ പുഷ്കര തീർത്ഥത്തിൽ കൃഷ്ണൻ വരാൻ ഇനിയും സമയമുണ്ട്. നീ കഠിനമായി രാധയെ ഭജിക്കൂ. രാധയെ ഭജിച്ചതിന് ശേഷം നീ കൃഷ്ണനോട് ഇത് ആവശ്യപ്പെടൂ. കാരണം രാധയുടെ ഭക്തരെ കൈവിടാൻ ഒരു കാരണവശാലും കൃഷ്ണന് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഗോലോക രാധയാണെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ് ഭാനുമതി. ഭാനുമതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നു മുതൽ രാധയെ ഉപാസിക്കാൻ പോവുകയാണ്. പക്ഷേ അപ്പോഴും ഒരു സംശയം. അപ്പൊ ദ്രോണർ ചോദിച്ചു, എന്താണ് ഭാനുമതി നിന്റെ സംശയം? പുഷ്കര തീർത്ഥത്തിലേക്ക് ഞാൻ എത്താൻ ആര്യപുത്രൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, നോക്കൂ, ഞാൻ പുഷ്കര തീർത്ഥത്തിലേക്ക് പോവുകയാണ്, എൻ്റെ കൂടെ നീയും വരുന്നു. അതിന് ഞാനൊരു മാർഗം പറഞ്ഞു തരാം. നീ ഗാന്ധാരിയെ കാണുക. ഗാന്ധാരിയെ കണ്ടിട്ട് കൃഷ്ണനെ കാണാൻ പോണം. കൃഷ്ണൻ നിന്റെ സഹോദരനാണ്, സഹോദരന്റെ ആശീർവാദം വാങ്ങിക്കണമെന്ന് പറയുക. നിശ്ചയമായും ഗാന്ധാരി മാതാവ് സമ്മതിക്കും. ഗാന്ധാരി മാതാവ് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുര്യോധനൻ ഒന്നും പറയാൻ പറ്റില്ല. ദുര്യോധനൻ നിസ്സഹായനാണ്. അതും എൻ്റെ കൂടാണ് വരുന്നതെന്ന് ഗാന്ധാരി മാതാവിനോട് പറഞ്ഞാൽ നിശ്ചയമായും അത് നടന്നിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഭാനുമതി പറഞ്ഞു, അങ്ങ് മഹാബ്രാഹ്മണൻ, അങ്ങ് മഹാബ്രാഹ്മണൻ, അങ്ങയെപ്പോലെ വേറെ ആർക്കാണ് ഇതിന് യോഗ്യതയുള്ളത്? എൻ്റെ ചെവിയിൽ രാധാമന്ത്രം ഉപദേശിക്കാൻ, എൻ്റെ ചെവിയിൽ രാധാമന്ത്രം ഉപദേശിക്കൂ. എനിക്ക് മന്ത്രദീക്ഷ തരൂ. ഞാൻ രാധയെ ഭജിക്കട്ടെ. എനിക്ക് തോന്നുന്നു രാധയെ ഭജിച്ചാൽ കൃഷ്ണൻ എൻ്റെ ആവശ്യം നിറവേറ്റിത്തരും. അപ്പൊ ദ്രോണർ പറഞ്ഞു, ഞാനിതാ വാക്ക് തരുന്നു, ഞാനൊരു ബ്രാഹ്മണനാണ്, നിത്യം ഗായത്രി ജപിക്കുന്ന ബ്രാഹ്മണനാണ് ഞാൻ. നീ രാധയെ ഭജിച്ചതിന് ശേഷം കൃഷ്ണനോട് എന്താവശ്യപ്പെട്ടാലും കൃഷ്ണൻ ഒഴിയാൻ പറ്റില്ല. നീ ആവശ്യപ്പെടുന്നതെന്തും കൃഷ്ണൻ സാധിച്ചു തരും. കാരണം കൃഷ്ണന് കൃഷ്ണന്റെ ഭക്തരെക്കാൾ ഇഷ്ടം രാധയുടെ ഭക്തരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മകളെ, നിനക്ക് ഞാൻ നിന്റെ ചെവിയിൽ മന്ത്രം ഉപദേശിച്ചു തരാം. അതിനു വേണ്ടുന്ന ഏർപ്പാടുകൾ പെട്ടെന്ന് തന്നെ ചെയ്തു. ഭാനുമതിയെ ഇരുത്തി ഭാനുമതിയുടെ ശിരസിലൂടെ ഒരു കുടം പാലൊഴിച്ചു, പൂജകൾ നടത്തി. ഭാനുമതിയോട് പറഞ്ഞു, ഇതാ ഈ യമുനയിൽ മുങ്ങാൻ പറഞ്ഞു. മുങ്ങിക്കുളിച്ചു. ഭാനുമതി തിരിച്ചു വന്നു. ഭാനുമതിയുടെ ചെവിയിൽ സാക്ഷാൽ ദ്രോണാചാര്യര് ഇതുവരെ കൃഷ്ണനെ ഇഷ്ടമല്ലാതിരുന്ന, രാധയെ ഇഷ്ടമല്ലാതിരുന്ന ദ്രോണാചാര്യര് ഭാനുമതിയുടെ ചെവിയിലോതി, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. ഭാനുമതി അത് ഏറ്റുപറഞ്ഞു. ഓം
സ്വാഹ. അപ്പൊ ദ്രോണർ പറഞ്ഞു, മകളെ നീ ധൈര്യമായി പൊയ്ക്കൊള്ളൂ, പുഷ്കര തീർത്ഥത്തിലേക്ക് നീ എന്നോടൊപ്പം വരുന്നു. കൃഷ്ണനോട് നീ പറയുന്നു, ദ്രൗപദിയോട് ആവശ്യപ്പെടണം, ഒരു കാരണവശാലും ദുര്യോധനനെ വിവാഹം കഴിക്കരുത്. കൃഷ്ണൻ പറയുന്നതിനപ്പുറം ദ്രൗപദി പോകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആ കൃഷ്ണനാകട്ടെ രാധ പറയുന്നതിനപ്പുറവും പോകില്ല. അപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ടാണ് ഭാനുമതി പോയത്. ഭയങ്കര സന്തോഷമായി. പോകുന്ന പോക്കിൽ അവൾ നൃത്ത ചുവടുകൾ വെച്ചിട്ട് പറഞ്ഞു, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. പ്രിയമുള്ളവരെ, ദുര്യോധനന്റെ പത്നി രാധാഭക്തയായി തീർന്ന കഥയാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നത്. കേട്ടിട്ടുണ്ടോ? അതെ, അവിടെ ചെന്നു. നേരെ ഗാന്ധാരിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ സഹോദരൻ കൃഷ്ണൻ വരുന്നു, എനിക്ക് കൃഷ്ണനെ കാണാൻ അനുമതി വേണം, ദ്രോണാചാര്യരുടെ കൂടെ ഞാൻ പൊക്കോട്ടെ. ഗാന്ധാരി പറഞ്ഞു, മകളെ നീ കൃഷ്ണനെ കാണുന്നത് നല്ലതാണ്, അവന്റെ ആശീർവാദം വാങ്ങിക്കൂ. നിന്റെ കൂടെ ആചാര്യൻ ദ്രോണാചാര്യൻ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് തടയുന്നത്? നീ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ ദുര്യോധനൻ വന്നു. സാധാരണ ദുര്യോധനൻ വരുമ്പോൾ ദുര്യോധനൻ ഒരു പുഞ്ചിരിയുണ്ട്. ഇവിടെ ദുര്യോധനന്റെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ പതുക്കെ ഭാനുമതി എന്ന് ദുര്യോധനന്റെ കയ്യിൽ പിടിച്ചു. ദുര്യോധനൻ കൈതട്ടി മാറ്റിയിട്ട് പറഞ്ഞു, ദുഷ്ടേ ദുഷ്ടേ, നീ ഇന്ന് ദ്രോണരെ കാണാൻ പോയോ? നീ ഇന്ന് ദ്രോണാചാര്യനെ കാണാൻ പോയോ? അപ്പോൾ പറഞ്ഞു, അത് ഞാൻ മിക്ക ദിവസവും ആചാര്യനെ കാണാൻ പോകും. കള്ളം പറയുന്നോ നീ, കള്ളം പറയുന്നോ നീ? ഇന്ന് നീ എന്തിനാണ് ദ്രോണരെ കാണാൻ പോയത്? ഇന്ന് നീ എന്തിനാണ് ദ്രോണരെ കാണാൻ പോയത്? പാഞ്ചാലി എന്നെ വിവാഹം കഴിക്കരുത് എന്ന് ആവശ്യപ്പെടാൻ കൃഷ്ണനോട് പറയാനല്ലേ? അപ്പോൾ ഒന്നും മിണ്ടിയില്ല. പറയാനാ പറഞ്ഞത് നിന്റെ അടുത്ത്. ഭാനുമതിയുടെ കൈ പിടിച്ചു തിരിച്ചു. എന്നിട്ട് കൈ വലിച്ചു ഭാനുമതിയുടെ ചെകിട്ടത്താഞ്ഞടിച്ചു. ഭാനുമതി ചെന്ന് കട്ടിലേക്ക് വീണു. ഏതാണ്ടൊരു ബോധം പോയതുപോലെ തോന്നി. വീണ്ടും വന്ന് കൈക്കെല്ലാം കൂടെ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, പറയാനാ പറഞ്ഞത്. നീ എന്തിനാ പോയത്? നീ എന്തിനാണ് ദ്രോണരെടുത്ത് പോയത്? നീ ദ്രോണരെടുത്ത് പോയത് അതിനു വേണ്ടിയല്ലേ? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഒരിക്കൽ നിങ്ങൾ പറഞ്ഞു കൃഷ്ണനെ സുഹൃത്താക്കാൻ. അങ്ങനെ ഞാൻ ചെന്നു. പക്ഷെ ആ കൃഷ്ണൻ എന്നെ സഹോദരിയാക്കി. ഞാൻ എൻ്റെ സഹോദരനെ കാണാനാണ് പോകുന്നത്. ദുര്യോധനൻ പറഞ്ഞു, സഹോദരൻ, നീ അവിടെ ചെന്ന് സഹോദരനോട് ദ്രൗപദി എന്നെ വിവാഹം കഴിക്കരുതെന്ന് ആവശ്യപ്പെടാനല്ലേ നീ പോകുന്നത്? നീ എൻ്റെ അനുവാദമില്ലാതെ എങ്ങനെ പോകും? അപ്പോൾ പറഞ്ഞു, ഗാന്ധാരി മാതാവ് അനുവാദം തന്നു. അതെ, അതും ഞാൻ അറിഞ്ഞു. എന്നോട് ശകുനി അമ്മാവൻ പറഞ്ഞു, നീ ഗാന്ധാരി മാതാവിൻ്റെ അടുത്ത് ചെന്നെന്ന് നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവള് പറഞ്ഞു, കൊല്ലൂ, നിങ്ങൾ എന്നെ കൊല്ലൂ. പക്ഷേ ഞാൻ മാത്രമല്ല മരിക്കുന്നത്. നിങ്ങൾ കൊന്നാൽ മരിക്കുന്നത് നിങ്ങളുടെ മകനും കൂടെ ആയിരിക്കും. ദുര്യോധനൻ ഞെട്ടിത്തെറിച്ചു പോയി. ദുര്യോധനൻ പറഞ്ഞു, എന്ത് നീ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ കൊന്നാൽ എന്നോടൊപ്പം മരിക്കുന്നത് നിങ്ങളുടെ മകനായിരിക്കും. നിങ്ങളുടെ കുഞ്ഞ് ഈ വയറ്റിൽ ജനിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് ദുര്യോധനൻ സ്തംഭിച്ചു. ദുര്യോധനന്റെ ദേഷ്യങ്ങളെല്ലാം ഓടി ഒളിച്ചു. കാരണം ദുര്യോധനൻ ഒരാൺ സന്താനത്തിന് വേണ്ടി കൊതിക്കുകയായിരുന്നു. ഈ ഭാനുമതിയുടെ ജ്യേഷ്ഠത്തി, അവൾ പ്രസവത്തോടുകൂടി മരിച്ചുപോയി. അമ്മയും മരിച്ചു, കുഞ്ഞും മരിച്ചു. അതിനുശേഷം ഭാനുമതിയെ വിവാഹം കഴിച്ചു. വർഷം 2 ഇതുവരെയും കുഞ്ഞ് ജനിച്ചിട്ടില്ല. അതിൽ അസ്വസ്ഥനായിരുന്നു. അപ്പോൾ പറഞ്ഞു, നീ എന്നോടിത് നേരത്തെ എന്തേ പറയാതിരുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഉറപ്പ് വരുത്തിയിട്ടല്ലേ പറയാൻ പറ്റൂ. ദുര്യോധനൻ ചോദിച്ചു, ഇപ്പോൾ നിനക്ക് ഉറപ്പ് വരുത്തിയോ? അതെ, ഉറപ്പ് വരുത്തി. കുഞ്ഞ് വയറ്റിൽ വളരുന്നു. നിങ്ങൾക്ക് എന്നെ കൊല്ലണോ?
ദുര്യോധനൻ പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്തത് എന്നോട് ക്ഷമിക്കൂ, പോകട്ടെ, സാരമില്ല. പെട്ടെന്ന് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, നീ പിന്നെ എന്തിനാണ് കൃഷ്ണനെ കണ്ടിട്ട് ദ്രൗപദി എന്നെ വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞത്? നിന്നെ അന്തപുരത്തിലെ രാജ്ഞിയാക്കില്ല എന്ന് കരുതിയാണോ? ഹസ്തിനപുരത്തിന്റെ റാണിപ്പട്ടം പോകുമെന്ന് കരുതിയാണോ? അപ്പോൾ പറഞ്ഞു, അല്ല, ഹസ്തിനപുരത്തിന്റെ റാണിപ്പട്ടം പോകുമെന്ന് കരുതിയല്ല. വയറ്റിൽ വളരുന്ന അങ്ങയുടെ കുഞ്ഞാകണം അങ്ങയുടെ അനന്തരാവകാശി, അടുത്ത ചക്രവർത്തി. ദുര്യോധനൻ പറഞ്ഞു, ഞാൻ ദ്രൗപദിയെ വിവാഹം കഴിച്ചാലും ആരെ വിവാഹം കഴിച്ചാലും ശരി, ഞാൻ നിനക്ക് വാക്ക് തരികയാണ്, നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞായിരിക്കും അടുത്ത ചക്രവർത്തി. ദുര്യോധനന് ശേഷം ചക്രവർത്തി ഈ കുഞ്ഞായിരിക്കും, ദ്രൗപദിയുടെ മകനായിരിക്കില്ല. പക്ഷേ നീ ദ്രൗപദിയെ ഞാൻ വിവാഹം കഴിക്കുന്നതിന് നീ എതിർക്കരുത്. അപ്പോൾ പാവം ഭാനുമതി വിചാരിച്ചു, എന്തായാലും വേണ്ടിയില്ല, സ്നേഹം കിട്ടിയാൽ മതി, എൻ്റെ കുഞ്ഞിനെ ചക്രവർത്തിയാക്കിയാൽ മതി. എന്നിട്ട് ഭാനുമതി കിടന്നു. ഭാനുമതി പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ ആരോ കുലുക്കി വിളിക്കുന്നത് പോലെ തോന്നി. കുലുക്കി വിളിച്ചപ്പോൾ ദുര്യോധനൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഭാനുമതി, നീ ഒരു കാര്യം ചെയ്തുകൊള്ളൂ, കൃഷ്ണനെ കാണാൻ പോകണം. അപ്പൊ ഭാനുമതി വിചാരിച്ചു, ഇത് സത്യമാണോ സ്വപ്നമാണോ? നിങ്ങളല്ലേ പറഞ്ഞത് കൃഷ്ണനെ കാണാൻ പോകണ്ടെന്ന്? ഇല്ല, നീ കൃഷ്ണനെ കാണാൻ പൊയ്ക്കുള്ളൂ. ഞാൻ ഒന്നും കൂടെ ആലോചിച്ചപ്പോൾ നീ കൃഷ്ണനെ കാണാൻ പോകുന്നതാണ് ശരി. പക്ഷേ ഭാനുമതിക്കൊരു സംശയം. ദുര്യോധനൻ ഇങ്ങനെയാണ്, സ്നേഹം കാണിക്കുന്ന നിമിഷം തന്നെ കോപിഷ്ഠനാകും, കോപം കാണിക്കുന്ന നിമിഷം തന്നെ സ്നേഹവും കാണിക്കും. ഉള്ളിൽ കൃഷ്ണനോട് പോകരുതെന്നാണ്, തന്നെ പരീക്ഷിക്കാനാണെങ്കിലോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ സ്നേഹം മതി, എനിക്ക് കൃഷ്ണനും വേണ്ട, ആരും വേണ്ട. അപ്പോൾ പറഞ്ഞു, അങ്ങനല്ല, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഉണ്ട്. ഞാൻ നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കാമെന്ന് വാക്ക് തരുന്നു, നീ കൃഷ്ണനെ കാണാൻ പോയാൽ. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് പെട്ടെന്നൊരു മാറ്റം? അപ്പൊ ഭാനുമതി പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല. നീ കൃഷ്ണനെ കാണാൻ പോകണം. നീ കൃഷ്ണനെ കാണാൻ പോയാൽ നീ എൻ്റെ പ്രാണനായിരിക്കും. നിനക്ക് ഞാൻ വാക്ക് തരുന്നു, നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ തന്നിരിക്കും. നിന്റെ വയറ്റിൽ കിടക്കുന്ന മകൻ ഉറപ്പായും ചക്രവർത്തിയായിരിക്കും. അപ്പോൾ ഭാനുമതി പറഞ്ഞു, ഞാൻ കൃഷ്ണനെ കാണാൻ പോകാം. ഞാൻ പുഷ്കര തീർത്ഥത്തിൽ കൃഷ്ണനെ കാണാൻ ഞാൻ ദ്രോണാചാര്യരോടൊപ്പം ഞാൻ പോകാം. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് എന്താണ് പറയേണ്ടത്? അങ്ങയുടെ മനസ്സിൽ ഏതോ ഒരു ആവശ്യമുണ്ട്, അത് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു, അതെ. ഭാനുമതിയുടെ കൈ തൻ്റെ കൈകളിലേക്ക് എടുത്തു. ഭാനുമതിയെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ദുര്യോധനൻ പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും കൃഷ്ണൻ കേൾക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സഹോദരി എന്ന നിലയിൽ കൃഷ്ണനോട് നീ ഒരു കാര്യം ആവശ്യപ്പെടണം. അപ്പോൾ പറഞ്ഞു, എന്താണ് ഞാൻ ആവശ്യപ്പെടേണ്ടത്? നീ പറയണം, കൃഷ്ണ, ഞാൻ നിന്റെ സഹോദരിയാണ്, ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്, ഒരു കാരണവശാലും നീ എന്നെ കൈയൊഴിയരുത്. അപ്പോൾ ചോദിച്ചു, എന്താണത്? അത് മറ്റൊന്നുമല്ല, കൃഷ്ണ, നീ ദ്രൗപദിയോട് പറയണം, ദ്രൗപദി ദുര്യോധനനെ വിവാഹം കഴിക്കുമെന്ന്. അത് ഭാനുമതി കൃഷ്ണനോട് ആവശ്യപ്പെടണം. ഭാനുമതി ഞെട്ടിത്തെറിച്ചു പോയി. എന്തു പറയണമെന്നറിയാൻ വയ്യ, സ്തംഭിച്ചു നിൽക്കുകയാണ്. ഒരു ഭർത്താവ് ഭാര്യയെടുത്ത് പറയുകയാണ് മറ്റൊരു പെണ്ണ് കെട്ടണമെന്ന വരം ചോദിക്കാൻ. അപ്പോൾ ഭാനുമതിയുടെ തോളിൽ പിടിച്ചു കുലുക്കിയിട്ട് പറഞ്ഞു, പറയൂ ഭാനുമതി, നീ എനിക്ക് സത്യം ചെയ്തതാ, നീ കൃഷ്ണനോട് ഈ വരം വാങ്ങണം. ദ്രൗപദി ദുര്യോധനനെ വിവാഹം കഴിക്കുമെന്ന് പറയൂ നീ. അപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാനുമതി പറഞ്ഞു, ഞാൻ പറയാം. നീചൻ
കത്തുന്ന കണ്ണുകളുമായി ധ്യാനത്തിലിരുന്ന രാധാറാണി ചാടി എഴുന്നേറ്റു. ഏകാനാംശ രാധാറാണിയുടെ മുഖഭാവം കണ്ട് അമ്പരന്നു പോയി. രാധാറാണി പറഞ്ഞു, നീചനാണവൻ, നീചനാണവൻ. സ്വന്തം പത്നിയെ കൊണ്ട് മറ്റൊരുവളെ സ്വന്തമാക്കാമെന്ന് സത്യം ചെയ്യിപ്പിച്ച അവൻ നീചനാണ്. നിശ്ചയമായും ദുര്യോധന, ഞാൻ രാധ പറയുന്നു, ഞാൻ നിനക്കുള്ള ശിക്ഷ തന്നിരിക്കും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. കൃഷ്ണന്റെ സഹോദരിയാണ്, കൃഷ്ണൻ സഹോദരിയാണെന്ന് വാക്കു കൊടുത്തതാണ് ഭാനുമതിക്ക്. പക്ഷേ ദുര്യോധന, കൃഷ്ണന് പോലും എന്നെ തടയാൻ പറ്റില്ല. അവൾ ഇന്ന് എന്റെ ഭക്തയാണ്, ഭാനുമതി ഇന്ന് എന്റെ ഭക്തയാണ്. അവൾ കൃഷ്ണന്റെ സഹോദരിയാണ്, പക്ഷേ രാധയുടെ ഭക്തയാണ്. രാധയുടെ ഭക്തയെ നോവിച്ചവനെ ആരെയും രാധ വെറുതെ വിട്ടിട്ടില്ല. രാധ തീരുമാനിച്ചു കഴിഞ്ഞു, കൃഷ്ണ കൃഷ്ണ, നിനക്ക് പോലും എന്നെ തടയാൻ പറ്റില്ല, നിനക്ക് പോലും എന്നെ തടയാൻ പറ്റില്ല. അതെ, കൃഷ്ണന് പോലും തടയാൻ പറ്റാത്ത എന്ത് തീരുമാനമാണ് രാധ എടുത്തത്? തൻ്റെ ഭക്തരെ എന്തും ചെയ്ത് സംരക്ഷിക്കുന്ന രാധാറാണി, ആ രാധാറാണി എടുത്ത തീരുമാനം ഉഗ്രമായ തീരുമാനം. ഏകാനാംശ ആ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കുകയാണ്. ജ്വലിക്കുകയാണ് രാധാറാണി, ജ്വലിക്കുകയാണ് രാധാറാണി. ദുര്യോധന, ദുര്യോധന, കരുതിയിരിക്കൂ, കരുതിയിരിക്കൂ. കൃഷ്ണൻ പോലും രാധയെ തടയില്ല, കൃഷ്ണൻ പോലും രാധയെ തടയില്ല. സത്യം, സത്യം, സത്യം. രാധ തീരുമാനിച്ചു, രാധ തീരുമാനിച്ചു. എന്താണ് ആ തീരുമാനം? രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.